ഭാഗമായി 150 കോടി രൂപ കിട്ടാണ്ട്. ആ 150 കോടി രൂപ കിട്ടിയാലേ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഖജനാവ് കാര്യമാണ്. കേരളത്തിന് ഈ സമ്മർദ്ദം താങ്ങാൻ സാധിക്കില്ല. കേന്ദ്രം നമ്മളെ പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിടുന്നത് എന്നായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച വരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 150 കോടി രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾ അമിത്ഷായുടെ കാൽക്കൽ കൊണ്ട് പാദ നമസ്കാരം ചെയ്യുമ്പോൾ, നരേന്ദ്രമോദിയുടെ കാല് പിടിക്കാൻ നോക്കുമ്പോൾ, നാഗ്പൂരിലെ സിലബസ് കേരളത്തിലെ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, സംഘപരിവാറിനെ പൂർണ്ണമായി കീഴടങ്ങാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ആ പൈസ കിട്ടിയാലല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. 100-150 കോടിക്ക് വേണ്ടി നിങ്ങൾ ന്യായീകരിച്ചിരുന്ന ആളുകളാണ് ഇപ്പൊ 10,000 കോടി രൂപ ഏത് ശൂന്യതയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 2-3 മാസം അവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പതാ നവംബർ മാസം 1-ാം തീയതി പറയുന്നു, ഡിസംബർ മാസം 10-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇലക്ഷൻ. അപ്പൊ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ 2-3 ദിവസം ഈ 2 മാസത്തെയും തുക ഒരുമിച്ച് വീട്ടിക്കൊണ്ട് കൊടുത്ത് ഇതാ പിണറായി വിജയൻ തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 മാസത്തെ തുക ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. എന്തെങ്കിലും ആത്മാർത്ഥത ജനങ്ങളോടുണ്ടെങ്കിൽ ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴെങ്കിലും അതിൽ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അത് ജനങ്ങൾക്ക് ആശ്വാസമാകുമായിരുന്നു. നിങ്ങൾക്കതിന് സാധിക്കില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കുറുക്കു വഴികളും വഞ്ചനകളും മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ കിറ്റായിരുന്നുവെങ്കിൽ ഇത്തവണ ഇതുപോലെയുള്ള ചില നാടകങ്ങളുമായി ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി നിങ്ങൾ കടന്നു വന്നാലൊന്നും ഈ 4.5 വർഷത്തെ ദുരനുഭവം ഈ നാട്ടിലെ ജനങ്ങൾ മറക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഈ 4.5 വർഷം തൃത്താലയിലെ റോഡുകളുടെ അടക്കം അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ 4.5 വർഷത്തെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർമ്മയുണ്ട്. ഈ റോഡ് തൃത്താല മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള ഈ റോഡ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ BMNBC ചെയ്ത റോഡാണ്. റബ്ബറൈസ് ചെയ്ത ഈ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ റോഡാണ് തൊട്ടിപ്പുറത്തുള്ള തൃത്താലയിൽ നിന്ന് പടിഞ്ഞാറങ്ങാടിയിലേക്കുള്ള റോഡ്. ഏത് കാലത്ത് നമ്മൾ ചെയ്തത്? 2012-ലാണ്. 2011 നിങ്ങൾ എന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു. 2011 സെപ്റ്റംബർ മാസത്തിൽ ഇതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഭരണാനുമതി നമ്മൾ പുറത്തിറക്കി. ആ ഒക്ടോബർ നവംബർ മാസത്തിൽ അതിന്റെ സാങ്കേതിക അനുമതി അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഡിസംബർ മാസത്തിൽ അത് ടെൻഡർ ചെയ്തു. ജനുവരി മാസത്തിൽ അതിന്റെ കോൺട്രാക്ടറെ നിശ്ചയിച്ച് അഗ്രിമെന്റ് സൈൻ ചെയ്തു. ഫെബ്രുവരി മാസത്തിൽ അതിന്റെ നിർമ്മാണം ആരംഭിച്ചു. മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. ആ ഒരു വർഷത്തിനുള്ളിൽ അടുത്ത മഴയ്ക്ക് മുമ്പ് അനുവദിച്ച ഫണ്ട് റോട്ടിൽ ഇറങ്ങി എന്നുള്ളതാണ് അന്നത്തെ അനുഭവം. ഇന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. 3 വർഷം കഴിഞ്ഞാലും മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയുന്നു അതിന്റെ ഭരണാനുമതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷം കഴിയുമ്പോൾ പറയുന്നു അതിന്റെ സാങ്കേതിക അനുമതി, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം കഴിയാറാകുമ്പോൾ അപ്പോഴും പറയുന്നു ടെൻഡർ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പല പതിവ് പരാതികളുണ്ട്. കോൺട്രാക്ടർ വന്നില്ല, കോൺട്രാക്ടർ ഇട്ടച്ചു പോയി, എന്നിട്ട് DYFIക്കാരെ വിട്ട് കാസർഗോഡ് നിന്ന് കോൺട്രാക്ടറെ കഴുത്തിന് പിടിച്ച് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പല വിചിത്രമായ ന്യായീകരണങ്ങൾ കേൾക്കാറുള്ളത്.